ഹായ് ഡീസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ പാലൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇങ്ങനത്തെ ഒരു ക്യാൻ ഉണ്ടല്ലോ, കുറച്ചധികം ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾ കളർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറേ അധികം കളക്ട് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നമുക്കൊരു അടിപൊളി വർക്ക് ഉണ്ടല്ലോ. അപ്പോഴേക്കും നമ്മൾ കുഞ്ഞുമണി എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ചിച്ചേ എന്താ ചിച്ചേ, നമുക്കൊരു ഉമ്മ തന്നെ. അപ്പോൾ അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് സെറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ചടപടയെ നമുക്ക് പരിപാടി തുടങ്ങാം. അതിൻ്റെ ഇടയിൽ അവളെ കുറുമ്പും കൂടി ആകുമ്പോൾ നമുക്ക് ആകെ മൊത്തം ഫുള്ള് നമുക്കൊരു പ്രഷർ തന്നെ ആയിരിക്കും. കാരണം അവൾ കത്രികയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നുണ്ടായത്. കുറേ അധികം ഞാൻ അവൾക്ക് കൊടുക്കാതെയൊക്കെ നിന്നു. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇത്രയും കുഞ്ഞിനെ വെച്ചിട്ട് എങ്ങനെയാണ് ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരവും കൂടി ആയിരിക്കും ഈ ഒരു വീഡിയോ. ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ഇന്നലെ വരെ എനിക്ക് പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ്, ഭയങ്കര ഇൻസ്പിറേഷനാണ്, എങ്ങനെയാണ് കുഞ്ഞിനെ വെച്ച് ചെയ്യുന്നതൊക്കെ. ഞാൻ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ട് തീർക്കുന്നതൊന്നല്ല. അവൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും മാക്സിമം ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ കുറേ ദിവസം ടൈം എടുത്തിട്ടായിരിക്കും ഓരോ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അല്ലെങ്കിൽ അവളെ നോക്കാൻ ആരെങ്കിലുമൊക്കെ ഉള്ള സമയത്ത് നമ്മൾ റൂംമേറ്റ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ മനുവാട്ടിനൊക്കെ വന്നതിന് ശേഷമായിരിക്കും ഞാൻ എൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുക. അങ്ങനെയൊക്കെ മാനേജ് ചെയ്തിട്ടാണ് ഓരോ വർക്കും ചെയ്യുന്നത്. അപ്പോൾ ഒരു വർക്കിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു പാലിൻ്റെ ക്യാനിൻ്റെ സ്റ്റിക്കറൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരേപോലത്തെ റൗണ്ട് ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. പാൽ തന്നെ കട്ട് ചെയ്തിട്ടുള്ള പീസ് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടാണ് ബാക്കിയൊക്കെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ റൂംമേറ്റ് ആയിട്ടുള്ള മുബിയും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. മാക്സിമം കട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഹോൾ ഉണ്ടാക്കിയതിലേക്ക് നൂല് ഇൻസേർട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് തരാനൊക്കെ അവൾ കൂടിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ ഇതുപോലെ നല്ല ഒടിഞ്ഞ് നിൽക്കുന്നതൊക്കെ മാറി നല്ല നീറ്റായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് നമ്മൾ റോൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഒത്തിരി കട്ടിയില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നോർമൽ കത്രിക വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇപ്പോൾ റൗണ്ട് ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് എല്ലാം നമ്മൾ എത്രയാണോ ബോട്ടിൽ എടുത്തിട്ടുള്ളത് അതൊക്കെ കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 7 പാലിൻ്റെ ക്യാൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1 6 വീതം 6 7 വീതം റൗണ്ട് ഷേപ്പ് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അങ്ങനെ ഒത്തിരി അധികം നമ്മൾ ചെയ്തെടുത്തു. നല്ല നീറ്റായിട്ടൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കണം. ഇതിൽ കളർ ചെയ്യുന്നവർക്ക് കളർ ചെയ്യാം, അതൊരു ഓപ്ഷൻസ് മാത്രമാണ്. പക്ഷേ ചെയ്യാതെയും കുഴപ്പമൊന്നുമില്ല. ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കളർ ഉള്ളതായിരിക്കും ബെറ്റർ എന്നുള്ളത് എൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ടൈം കിട്ടുന്ന ഒരു സമയത്ത് ഞാൻ കളർ ചെയ്തിട്ടുള്ള റിസൾട്ടും കൂടി കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല ഷാർപ്പായിട്ടുള്ള കത്തി വെച്ചിട്ട് കുറച്ചധികം ഹോൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ബേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഹോളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ നമ്മൾ ഇതുപോലെ തന്നെ പാലിൻ്റെ ക്യാൻവേസ് ചെയ്തിട്ടുള്ള ഒരു ഡെക്കോർ, ഒരു വുമണിൻ്റെ ഡെക്കോർ കണ്ടിട്ട് ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേര് അതിന് പേഴ്സണലി നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഇത്രയധികം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുഞ്ഞുമണീൻ്റെ കുരുത്തക്കേട് കണ്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കുറുമ്പുണ്ടോ, എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്നൊക്കെ. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വീഡിയോ അതിനുള്ള ഒരു ഉത്തരം കൂടിയായിരിക്കും. അത് ചിലപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടവർക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അവൾ മാക്സിമം അവളുടേതായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന്. ആ ഒരു ബോട്ടിലൊക്കെ അവൾ തന്നെയാണ് തട്ടിയിട്ടത് കേട്ടോ. അതിൽ കയറി കളിക്കുകയാണ്. അങ്ങനെയൊക്കെ ചെറിയ കുറുമ്പൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ഡിസൈൻ ഈ ഒരു പാറ്റേണിലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതുപോലെ തന്നെ നല്ല കട്ടി കുറഞ്ഞ ഒരു നമ്മൾ പാർസൽ ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു പാത്രത്തിൻ്റെ അടപ്പും അതുപോലെ തന്നെ ഒരു ലൈറ്റിൻ്റെ ബേസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായ ഒരു റൗണ്ട് ഷേപ്പും കൂടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി എങ്ങനെയാണോ ഇത് അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും എണ്ണം വരുന്ന രീതിയിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിങ്ങനെ ചുറ്റും വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഓർഡർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ചിലപ്പോൾ ഒരു സ്ഥലത്ത് ഗ്യാപ്പ് കൂടുതൽ വരും, ചില സ്ഥലത്ത് ഗ്യാപ്പ് കുറവ് വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്തെടുത്ത വർക്ക് അത്രയും ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ സെറ്റ്
സെറ്റ് ചെയ്തതിന് ശേഷം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓരോന്നും നല്ല കറക്റ്റ് ഗ്യാപ്പിലും നമുക്ക് കിട്ടുന്നുണ്ടോ. അപ്പോൾ മിഡിലായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒരു ഹോളും കൂടി നമ്മൾ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ആ ഒരു മാർക്ക് ചെയ്തിട്ട് റൗണ്ടിനേക്കാളും കുറച്ചും കൂടി കുറഞ്ഞ അളവിലാണ് കട്ട് ചെയ്തത് കേട്ടോ. കാരണം നമുക്കിത് ഒട്ടിച്ചു കൊടുക്കേണ്ടതുണ്ട് പിന്നീട് ആ ഒരു ഭാഗം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇതിങ്ങനെ എന്തിനും കട്ട് ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും ചിലവർക്കെങ്കിലും. നമുക്ക് ആ ഒരു അടപ്പിലും കൂടി ഇതുപോലത്തെ ഹാങ്ങിങ് രീതിയിൽ ഇത് കൊടുക്കണം. അപ്പോൾ അത് സെറ്റ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആ റൗണ്ട് ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തത് കൊടുത്തത് കേട്ടോ. ഇനി നമുക്ക് കംപ്ലീറ്റ് ചെയ്താൽ ഇതുപോലെ ഒന്ന് നൂല് വെച്ച് കെട്ടിക്കൊടുക്കാം. ആ ഹോൾ ഉണ്ടാക്കിയ എല്ലാ നൂലും നമ്മൾ ആദ്യം തന്നെ നൂലൊന്ന് മാർക്ക് ചെയ്തിട്ട് നല്ല കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ നൂലും വേറെ വേറെ അളവായി കഴിഞ്ഞാൽ നമ്മളെ വർക്കിനെ അത് ബാധിക്കും. അപ്പോൾ ആദ്യം തന്നെ നൂല് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക, എല്ലാം ഒരേ അളവിൽ വരുന്ന രീതിയിൽ. അതിന് ശേഷം ഇതുപോലെ നമുക്ക് എല്ലാം ആ ഒരു നമ്മൾ മാർക്ക് ചെയ്ത എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണത്തിനനുസരിച്ച് എല്ലാം കുറച്ച് ലെങ്ത്ത് കുറച്ചും കൂട്ടിയും അങ്ങനെയൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ത്രെഡും നമ്മൾ എടുക്കുന്നത് ഒന്നിക്കിൽ നമ്മൾ ഇൻവിസിബിളായിട്ടുള്ള ത്രെഡ് ഉണ്ടാവുമല്ലോ, നമ്മൾ ടൈം കീസൊക്കെ പോലത്തെ അങ്ങനത്തെ എടുക്കാം. അല്ലെങ്കിൽ ഇതുപോലത്തെ വൈറ്റ് ത്രെഡ് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. കാരണം നമ്മളിതൊരു വൈറ്റ് തീമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേറെ കളർ ത്രെഡൊന്നും എടുക്കാതിരിക്കാൻ മാക്സിമം നോക്കാം കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത അതേ അളവിലേക്ക് ഇതുപോലെ ത്രെഡും കൂടി ഒന്ന് വെച്ച് കൊടുക്കുക. അത് വെച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റ് അളവ് വെച്ചതിന് ശേഷം മാത്രം ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കുറച്ചും കൂടി നല്ല നീറ്റ് റിസൾട്ട് തരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു മെത്തേഡ്, ഗ്ലൂ ഗണ്ണ് ഇല്ലാത്തവർക്കുള്ളൊരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ ആ ഒരു ക്യാനിൽ എങ്ങനെയാണോ ക്യാൻ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തല്ലോ, അതിൽ നമ്മൾ എങ്ങനെയാണോ ഹോൾ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ നല്ല ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ടൂൾ വെച്ചിട്ട് ഈ ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തതിലും കൂടി നമ്മൾ അതേ അളവിൽ മാർക്ക് ചെയ്തതിന് ശേഷം ഹോൾ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഹോൾ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മെനക്കേടാണ്. ആ ഒരു ത്രെഡ് അതിൻ്റെ ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് കെട്ടിയിട്ടൊക്കെ കൊടുക്കേണ്ടി വരും. ഇല്ലാത്ത പക്ഷം ഇതുപോലെ ഗ്ലൂ ഗണ്ണ് മാത്രം മതിയെങ്കിൽ സെറ്റായിട്ട് നമുക്കിരിക്കും. ആ ഒരു അളവിന് കണക്കായിട്ട് ത്രെഡ് വെക്കുക, കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഗ്ലൂ ഗണ്ണ് ഇങ്ങനെ ഇട്ടിച്ച് കൊടുത്താൽ മാത്രം മതി. നമുക്ക് നീറ്റായിട്ട് അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒരു 2 സെക്കൻഡൊക്കെ കൊടുക്കുമ്പോൾ തന്നെ നല്ല നീറ്റായിട്ട് അത് ഉണങ്ങുകയും ചെയ്യും. പിന്നെ അഡീഷണൽ വരുന്ന ത്രെഡൊക്കെ ഇതുപോലെ തന്നെ ആ ഒരു സമയത്ത് തന്നെ കട്ടും ചെയ്താൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഇതിരിക്കും. അപ്പോൾ അതിങ്ങനെ പൊക്കി നോക്കുമ്പോഴുള്ള റിസൾട്ടും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും, കണ്ടോ, അടിപൊളിയല്ലേ. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ നമുക്ക് ആ ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റിൻ്റെ അടപ്പിലും കൂടി ഒന്ന് ചെയ്തെടുക്കണം. അതിൽ കുറച്ചും കൂടി നീളം കൂട്ടിയിട്ടാണ് കേട്ടോ ത്രെഡ് എടുത്തിട്ടുണ്ടായത്. എല്ലാം ഇതുപോലെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ആ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ആ ഒരു അടപ്പും കൂടി ആ റൗണ്ട് ഷേപ്പിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു. ഫൈനൽ ലുക്ക് ഇതാണ്. നല്ല അടിപൊളിയല്ലേ. ഒരു ഇൻറ്റീരിയർ ഡെക്കോറൊക്കെ ആയിട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്യുന്ന ഹോളിലോ അല്ലെങ്കിൽ ലിവിങ് റൂമിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. കുറച്ചും കൂടി നീറ്റ്, കുറച്ചും കൂടി സൈസൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലവ് കുറച്ചിട്ട് ഇതുപോലുള്ള ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് എന്നൊക്കെ നമുക്ക് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലുള്ള ക്യാനൊക്കെ കിട്ടുവാണെങ്കിൽ കളയാതെ എടുത്ത് വെക്കുക. നല്ല നീറ്റായിട്ടുള്ള വർക്കൊക്കെ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കും ഫാമിലിക്കും എല്ലാവർക്കും ബ്ലൂ ഹാർട്ട് കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ല.